അപ്പോൾ ഞാൻ എന്താ പറയാൻ തുടങ്ങിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഞ്ഞു കഥയാണ്. പെണ്ണായതുകൊണ്ട് മാത്രം അവഗണിക്കപ്പെടേണ്ടിയും ഒറ്റപ്പെടേണ്ടി വരുന്നതിൻ്റെയും ഒരു കഥ, ഒരു സാമ്പിൾ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ 18ാമത്തെ വയസ്സിൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത ഒരാളാണ്. എനിക്ക് അത്യാവശ്യം മാനുവലും ഓട്ടോമാറ്റിക്കും ആയിട്ടുള്ള അത്യാവശ്യം എല്ലാ വണ്ടികളും ഓടിക്കാൻ അറിയാം. അപ്പം എനിക്ക് US ലൈസൻസും അതേപോലെ തന്നെ ദുബായ് ലൈസൻസും ഒക്കെ ഉള്ള ഒരാളാണ് ഞാൻ. പക്ഷേ അതത് രാജ്യത്ത് എനിക്ക് സ്പീഡ് റേസും കാർ റേസും ഒക്കെ ഭയങ്കര, പക്ഷേ അതത് രാജ്യത്ത് പോയി കഴിഞ്ഞാൽ അവിടുത്തെ RTA റൂൾസ് അനുസരിച്ചിട്ട് മാത്രമേ നമ്മൾ വണ്ടികൾ കൈകാര്യം ചെയ്യാറുള്ളൂ. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഫൈൻ, മറ്റൊന്ന് റെസ്പെക്റ്റ് ആണ്. നമ്മൾ ഓരോ രാജ്യത്ത് പോകുമ്പോൾ അവരോട് കാണിക്കുന്ന ഒരു റെസ്പെക്റ്റ് ആയിട്ടാണ് ഈ ട്രാഫിക് റൂൾസ് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പം അത്രയും കെയർഫുൾ ആയിട്ടാണ് ഞാൻ എപ്പോഴും ഡ്രൈവ് ചെയ്യാറ്. അപ്പം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെണ്ണായതുകൊണ്ട് പല പ്രാവശ്യം, ഇത് ഒരു പ്രാവശ്യമല്ല, ഒരു 100 പ്രാവശ്യത്തിലും മേലെയായി എനിക്ക് നമ്മുടെ നാട്ടിൽ പെണ്ണായതുകൊണ്ട് മാത്രം നേരിടേണ്ടി വന്നിട്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പം നമ്മൾ നല്ല രീതിയിലാണ് വണ്ടി ഓടിക്കുന്നതെങ്കിൽ പോലും ഒരു ആണിൻ്റെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ അവർ നേരെ തിരിഞ്ഞ് എന്തായി കാണിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഈ വിക്ടിമാകുന്നത് ഈ പെണ്ണാണ് എപ്പോഴും. നമ്മുടെ ഭാഗത്തൊരു മിസ്റ്റേക്ക് ഉണ്ടാവില്ല. വളരെ കെയർഫുള്ളായിട്ടും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടും ഡ്രൈവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോലും ഇവിടെ വിക്ടിമാകുന്നത് നമ്മൾ തന്നെയാണ്. കാരണം അങ്ങനെ പെണ്ണുങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് സമൂഹം ഇങ്ങനെ അടിച്ചമർത്തി വെച്ചിരിക്കുകയാണ്, ഇങ്ങനെ ഡോമിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് അറിയില്ല. ആക്ച്വലി ഇന്ന് ദുബായിലൊക്കെ ആണെങ്കിൽ ബസ് വരെ ഓടിക്കുന്ന മലയാളി സ്ത്രീകളുണ്ട് എല്ലാ സ്ഥലങ്ങളിലും. ഏറ്റവും നന്നായിട്ട് ഡ്രൈവിംഗ് എന്ന് പറയുന്നത് ഒരു സ്കില്ലാണ്. അതിന് ജെൻഡർ വെച്ചിട്ട് വേർതിരിച്ച് കാണുന്നതിൻ്റെ അത്രയും വലിയ മണ്ടത്തരം വേറെ ഒന്നുമില്ല. കാരണം ഡ്രൈവിംഗ് എന്ന് പറയുന്നത് ഒരു സ്കില്ലാണ്. അത് മറ്റ് എന്ത് സ്കില്ലുകൾ പോലെയും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മൾ എക്സ്പേർട്ട് ആയിക്കൊണ്ടിരിക്കും. അല്ലാതെ എന്താണ് സ്ത്രീകളായതുകൊണ്ട് വളരെ മോശമായിട്ട് ഡ്രൈവ് ചെയ്യുന്നു എന്നുള്ള ഒരു പൊതുവായുള്ള ഒരു ധാരണ ഒന്ന് മാറ്റി വെക്കണം. അതെൻ്റെ ഒരു പ്രത്യേക റിക്വസ്റ്റാണ്. മാത്രമല്ല ഇത്രയും പ്രകോപിപ്പിക്കുന്ന രീതിയിൽ വി വുമൻസ് ആർ ഗോയിങ് ത്രൂ സോ മെനി ഇഷ്യൂസ്. ഇതിലൂടെയാണ് ഹോർമോൺ ഇംബാലൻസസ്, അത് ഇത് മറ്റും മറിച്ചത്, ഇമോഷണൽ ഡ്രെയിനേജ്, ഡിപ്രഷൻ, ഇങ്ങനെ ഒരുപാട് പ്രശ്നം. ആണുങ്ങൾക്ക് ഈ പ്രശ്നങ്ങൾ ഇല്ലാന്നല്ല, പക്ഷേ വുമൻസ് ഇമോഷണലി കുറച്ചുകൂടെ ഇമോഷണലി വീക്കാണ്. അപ്പം അതിനകത്ത് വന്നിട്ട് ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നല്ല രീതിയിൽ വണ്ടി ഓടിക്കുന്ന ആൾക്കാർ അടിച്ചമർത്തുമ്പോഴത്തേക്കും അവർക്ക് വളരെയധികം ഹേർട്ട് ചെയ്യും. ഇന്നെന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വളരെ കെയർഫുൾ ആയിട്ട് റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് റൈറ്റിലേക്ക് എൻ്റെ കാർ എടുത്തിട്ട് സ്ട്രൈറ്റ് പോവാണ്. അപ്പോഴത്തേക്കും ഒരു വണ്ടി പെട്ടെന്ന്, ഒരു ബൈക്കിൽ ഒരാൾ പെട്ടെന്ന് മിന്നൽ മുരളി പോലെ ഇങ്ങനെ വന്നിട്ട് എൻ്റെ കാറിൻ്റെ ഫ്രണ്ടിലെ റൈറ്റ് സൈഡിലെ വീലിൻ്റെ അടുത്ത് ഇടിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തെന്നി മാറിപ്പോയി. എന്നിട്ട് ഈ സ്കിഡായി പോയ വണ്ടിയിലുള്ള ആൾ ആ ഹാൻഡിൽ നിന്ന് 2 കൈ എടുത്തിട്ട് എൻ്റെ നേർക്ക് തിരിഞ്ഞ്, പുള്ളി ഫ്രണ്ടിലാകുമ്പോൾ ഞാൻ ബാക്കിലാണല്ലോ വരിക, ബാക്കിൽ കാർ ഓടിച്ചു പോകുന്ന എൻ്റെ നേരെ അയാൾ തല ഇങ്ങനെ തിരിച്ചിട്ട് ആ സ്കിഡായി അങ്ങോട്ട് തിരിയുന്ന ബൈക്കിനകത്തുള്ള അയാൾ എൻ്റെ നേരെ തല തിരിച്ചിട്ട് രണ്ട് കൈയും ഹാൻഡിൽ നിന്ന് വിട്ടിട്ട് ഇങ്ങനെ കൈയെടുത്തിനോട് ചോദിക്കുക, എന്തുവാ ഈ കാണിക്കുന്നതെന്ന്, ചാകാനാണോ എന്നൊക്കെ. തലനാരഴയ്ക്കാണ് അയാൾ രക്ഷപ്പെട്ടത്. ഞാൻ സഡൻ ബ്രേക്ക് ഇട്ടു, അയാൾ തലനാരഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ നാളെ എന്തായിരിക്കും ന്യൂസ് ആവുക? വണ്ടി ഓടിക്കാൻ അറിയില്ല ഒരു പെണ്ണ് കൊണ്ടുവന്നിട്ട്, ആ പെണ്ണുങ്ങളൊക്കെ കണക്കാണ്, വണ്ടി ഓടിക്കാൻ അറിയില്ല, ആ പെണ്ണ് വന്നിട്ട് എന്താണ് വണ്ടി ഇടിച്ചാൽ ചെക്കൻ്റെ മേത്തൂടെ കയറ്റി എന്നല്ലേ പറയുള്ളൂ, ശരിയല്ലേ? അതുകൊണ്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ ജീവൻ എടുക്കാതെ, അതുകൊണ്ട് പ്ലീസ് ദയവ് ചെയ്ത് ഈ സൊസൈറ്റിയിലുള്ള കുറേ ആൾക്കാരുടെ തെറ്റായ കുറച്ച് ധാരണകളൊന്ന് മാറ്റി വെച്ചിട്ട് പെണ്ണുങ്ങൾക്ക് നല്ല രീതിയിൽ വണ്ടി ഓടിക്കാൻ അറിയാം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് കൊണ്ടുവരണം ആദ്യം തന്നെ. പിന്നെ ഡോമിനേറ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ്, കമ്പയർ ചെയ്യുക, നന്നായിട്ട് നടക്കുന്ന ഇഷ്ടമല്ല, ചിരിക്കുന്ന ഇഷ്ടമല്ല, നല്ലൊരു വണ്ടിയിൽ കാറിൽ പോകുന്ന ഇഷ്ടമല്ല. ഇതൊക്കെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടി ഉണ്ടാക്കുന്നതാണ്. ആരായി കഴിഞ്ഞാലും ആർക്കും നിസ്സാരമായിട്ട് ഇങ്ങനെ ലോട്ടറി അടിച്ചിട്ടും, അല്ലാതെ എന്താണ് ഒരു മിഡിൽ ക്ലാസ്സിൽപ്പെട്ട ഒരാൾക്ക് ഇങ്ങനെ ലോട്ടറി അടിച്ചിട്ടും അല്ലെങ്കിൽ വെറുതെ കിട്ടുന്നൊന്നും അല്ല കാറും വീടുമൊന്നും. അവർക്ക് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന അതിനെ ഒന്ന് ബഹുമാനിക്കുക, അതിനൊരു റെസ്പെക്ട് കൊടുക്കാനുള്ള ഒരു മിനിമം കോമൺ സെൻസ് എങ്കിലും നിങ്ങൾ കാണിക്കണം.